രാജ്യത്തിന്റെ അധികാരം ആരുടെ കയ്യിലാ? ഭരണകൂടത്തിന്റെ കയ്യിലാ. ആരാണ് അതിനെ ചോദ്യം ചെയ്തത്? ആരും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. സർക്കാരാണ് അത് നിശ്ചയിക്കേണ്ടത്. അതിലൊട്ടും സംശയമല്ല. പക്ഷേ ഇത് ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം. നമ്മുടെ കേരളം അക്കാര്യത്തിൽ വളരെ മുൻപ് സംസ്ഥാനമാണ്. ജനാധിപത്യപരമായി യോജിപ്പുള്ള കാര്യങ്ങൾ അത് രേഖപ്പെടുത്താനുള്ള അവസരം ഇവിടെ ഉണ്ട്. അതെല്ലാ വ്യത്യസ്തമായ വീക്ഷണമുള്ള ആളുകളുടെ ഒക്കെ അഭിപ്രായം ഇവിടെ രേഖപ്പെടുത്താം. അത് മാത്രമേ സമസ്ത ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് മതവിദ്യാഭ്യാസത്തിന് ദോഷകരമായ ചില നടപടിക്രമങ്ങളിലേക്ക് ഇത് എത്തും എന്നതുകൊണ്ടാണ് സമസ്ത ഞങ്ങളുടെ അഭിപ്രായം പറഞ്ഞത്. തീരുമാനമെടുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. ആരും ചോദ്യം ചെയ്തില്ല. ഇത് ഫാഷിസ്റ്റ് രാജ്യമല്ലല്ലോ, ഇത് ജനാധിപത്യ രാജ്യമാണ്. അപ്പൊ ജനാധിപത്യ രാജ്യത്തിൽ ജനങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ, ആവശ്യങ്ങൾ പറയാനുള്ള സംവിധാനമാണ് ഭരണകൂടം. അപ്പൊ അതിന്റെ അധികാരത്തിൽ ഞങ്ങൾ ആരും കൈകടത്തുമില്ല. പ്രത്യേകിച്ചുകൊണ്ട് സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യത്തിനൊക്കെ കൃത്യമായ നിലപാടുള്ള പ്രസ്ഥാന. പ്രത്യേകിച്ചുകൊണ്ട് ജനാധിപത്യവും മതേതരത്വവും അംഗീകരിക്കുന്നവരാണ്. രാജ്യത്തിന്റെ ഭരണകൂടത്തെ അംഗീകരിക്കുന്നവരാണ്. എക്കാലം കഴിഞ്ഞ കാലങ്ങളിലൊന്നും സമസ്തയുടെ പേരിൽ ഒരു പെറ്റി കേസ് പോലും സമസ്തയുടെ പ്രവർത്തകരുടെ പേരിൽ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അതാണ് സമസ്തയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. എന്നാൽ ആവശ്യങ്ങൾ പലപ്പോഴായി സംസ്ഥ പറയാറുണ്ട്. അത് അനുവദിച്ചു തരാൻ സർക്കാരുമായി ചർച്ചയ്ക്ക് സംവിധാനം ഒരുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണ്. അപ്പൊ അത് മാത്രമേ സമസ്ത ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് മതവിദ്യാഭ്യാസത്തിൽ ചില പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാകണം എന്ന് ഞങ്ങൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. കൽപ്പനയല്ല, കൽപ്പിക്കാൻ ഞങ്ങൾ ആളല്ലല്ലോ, ഭരണകൂടമല്ല തീരുമാനമെടുക്കേണ്ടത്. അത് മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ കാര്യത്തിൽ ഞങ്ങൾ കൃത്യമായ നിലപാടുമുണ്ട്. അതായത് നിലവിലെ ആ ഒന്നാമത്തെ വിഷയം അത് മതവിദ്യാഭ്യാസത്തിന് അത് പ്രതികൂലമായി ബാധിക്കുന്നു എന്നുള്ള. രണ്ടാമത് ഇതിൽ വേറൊരു വിഷയമുള്ളത്, അതായത് രാവിലത്തെ ആ സമയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉൾപ്പെടെയുള്ള രക്ഷിതാക്കൾക്കൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ് രാവിലത്തെ ആ സമയം എന്ന് പറയുന്നത്. കാരണം നമ്മളെ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കാൻ വേണ്ടി ഏറെ തത്രപ്പെടുന്ന വളരെ പരിമിതമായ സമയമാണ് രാവിലത്തെ സമയം. അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങളൊന്ന് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് സർക്കാരാണ് തീരുമാനം എടുക്കേണ്ടത്. സർക്കാരിന്റെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുകൂലമായ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രക്കാരോട് പറഞ്ഞത്. ഞങ്ങളത് ശുഭാപ്തി വിശ്വാസമുള്ളവരാണ്. ഞങ്ങളെ സംബന്ധിച്ച് അടിച്ചേൽപ്പിക്കുക എന്നൊരു നയമേ ഞങ്ങൾ ഇക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങൾക്കൊരു പ്രയാസമുണ്ട്. അതിന് പരിഹാരം കാണാൻ സർക്കാരിന് സാധിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് സർക്കാരിനോട്. ആ ഉത്തരവാദിത്തം സർക്കാർ ഞങ്ങളുമായി ചർച്ചക്ക് ഇതിൽ വന്ന ഒരു വിഷയം എന്താ അറിയോ? അതായത് ഉണ്ടാകുമ്പോ രാജ്യത്ത് പുതിയ പരിഷ്കരണ ഏത് മേഖലയാവട്ടെ, വിദ്യാഭ്യാസം മാത്രമല്ല മറ്റേത് മേഖലയിൽ ഉണ്ടാകുന്ന പരിഷ്കരണങ്ങളും ആ പരിഷ്കരണങ്ങൾ വരുന്നതിന്റെ മുമ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിഭാഗം ആളുകളുമായി ഒന്ന് ചർച്ചയ്ക്ക് വിധേയമാക്കിയാൽ ഇതുപോലത്തെ അഭിപ്രായ വ്യത്യാസത്തിലെ സാധ്യത കുറച്ച് കൊണ്ടുവരാൻ കഴിയും. എല്ലാവർക്കും ഉൾക്കൊള്ളുന്ന വിധത്തിലെ കാര്യങ്ങൾ സംവിധാനിക്കാൻ കഴിയും. അപ്പൊ ഇതിലൊരു ചർച്ച നടന്നിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് ഒരു ചർച്ച നടന്നിട്ടില്ല. ഒരു പുതിയ പരിഷ്കാരം നടപ്പിലാക്കിയല്ലേ, അത് ആരൊക്കെ ബാധിക്കും, ഏതൊക്കെ നിലക്ക് പ്രതികൂലമായി ബാധിക്കും, അതിന് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങളുടെ അഭിപ്രായം പറയും. അതുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ അത് അധ്യാപക സംഘടനകൾ അഭിപ്രായം ഉണ്ടാവാം, അതുപോലെ വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടാവാം, അതുപോലെ തന്നെ ഇതുപോലെ മതസംഘടനകൾ എന്ന് പറയുമ്പോഴും ഈ രാജ്യത്തിന്റെ ഭാഗം തന്നെയാണത്. ഇപ്പൊ ഞങ്ങളൊക്കെ ഈ രാജ്യത്തിന്റെ പൗരന്മാർ കൂടിയാ. ഞങ്ങളൊക്കെ നികുതി പണം കൊടുക്കുന്നവരാണ്, ജനാധിപത്യത്തെ അംഗീകരിക്കുന്നവരാണ്. അപ്പൊ ഞങ്ങളുടെ ഒരു ആവശ്യം സർക്കാരിന്റെ മുമ്പിൽ ഞങ്ങൾ വെച്ചു. അതിന് സർക്കാരിൽ നിന്നുകൊണ്ട് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ ഒരു ചർച്ചയ്ക്ക് മന്ത്രി തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സംസ്ഥയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കാര്യം തുറന്നു പറഞ്ഞു. അതായത് ചർച്ചയ്ക്ക് തയ്യാറാവുകയാണെങ്കിൽ ഞങ്ങൾ ആ ചർച്ചയിൽ സർക്കാരിന് മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ വെക്കും. ഞങ്ങളുടേതായ പ്രയാസങ്ങൾ ഞങ്ങൾ ബോധ്യപ്പെടുത്തും. അതിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് അനുകൂലമായ ഒരു സമീപനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അനുകൂലമായ ഒരു സമീപനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. ഇതൊന്നും ചർച്ച നടക്കാത്തത് കൊണ്ടാണ്. ചർച്ച നടത്തിയിരുന്നെങ്കിൽ അവിടെ ഞങ്ങൾ ഈ അഭിപ്രായം പറയുമായിരുന്നു. അപ്പൊ അതിനപ്പുറം ഇതിന് വേറൊരു മാനം കൊടുക്കേണ്ടതായിട്ടില്ല. അതായത് സർക്കാരിന്റെ ഇതിലെ ചോദ്യം തന്നെ ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിന് ആർക്കാർക്ക് സംശയമുള്ളത്? ഇവിടെ തീരുമാനം എടുക്കേണ്ടത് സർക്കാരല്ലേ. സർക്കാരിന്റെ തീരുമാനത്തിൽ മറ്റാർക്കാ കൈകടത്താൻ കഴിയുക? പക്ഷെ അഭിപ്രായം പറയാൻ കഴിയും. ഒരു സമന്വയത്തിന്റെ മാർഗത്തിലേക്ക് സർക്കാരിന് വിഷയത്തെ എത്തിക്കാൻ കഴിയും. അത് അനുകൂലമായ ഒരു സാഹചര്യം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെയുള്ള അനുകൂലമായ ആ സാഹചര്യം, അതായത് ഒരു ഫാഷിസ്റ്റ് സമീപനമല്ല ഇടതുപക്ഷ സർക്കാരോട് സ്വീകരിക്കുന്നത്. എല്ലാം കേൾക്കാനും
അത് മനസ്സിലാക്കാനും അതിനനുസരിച്ചുകൊണ്ട് തീരുമാനമെടുക്കാനും ഈ ഭരണകൂടത്തിന് കഴിയുമെന്ന ഉത്തമ ബോധ്യം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ അഭിപ്രായം സർക്കാരിന് മുമ്പിൽ വെച്ചിട്ടുള്ളത്. ഇത് ഞങ്ങൾ അടിച്ചേൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അത് കൽപ്പിക്കാനോ അധികാരമില്ലല്ലോ. സർക്കാർ തന്നെയാണ് തീരുമാനം എടുക്കേണ്ടത്. ഞങ്ങൾ ബഹുമാനപ്പെട്ട ഇടത് മുന്നണി മന്ത്രിസഭയിൽ ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. മുഖ്യമന്ത്രി ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ ഞങ്ങൾ പ്രതീക്ഷയുണ്ട്. ചർച്ചയ്ക്ക് അവസരം ഉണ്ടാക്കിയാൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം സർക്കാരിന് മുമ്പിൽ സമർപ്പിക്കും.